ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ വിപണികളിലൊന്നായ ഇന്ത്യ ഇന്ന് വെറുമൊരു വാങ്ങലുകാരൻ മാത്രമല്ല, ലോകത്തിന് ആവശ്യമായ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇതിന് ഏറ്റവും പുതിയ തെളിവാണ് വഡോദരയിലെ ടാറ്റ എയർബസ് സംയുക്ത സംരംഭത്തിലൂടെ പുറത്തിറങ്ങുന്ന ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ C-295 സൈനിക വിമാനം. ഈ സുപ്രധാന നേട്ടം രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഡോദരയിൽ എത്തുകയാണ്. എന്താണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത? ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇത് നൽകുന്ന കരുത്ത് എത്രത്തോളമാണ്? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ വ്യോമസേനയിലെ പഴയ ആവ്രോ 740 വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് C-295 എത്തുന്നത്. 5 മുതൽ 10 ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനം ഒരു മൾട്ടി റോൾ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ 71 സൈനികർക്കോ അല്ലെങ്കിൽ 50 പാരാ ട്രൂപ്പർമാർക്കോ ഒരേ സമയം യാത്ര ചെയ്യാം. മണിക്കൂറിൽ 480 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് 11 മണിക്കൂർ തുടർച്ചയായി പറക്കാൻ കഴിയും. ടാർ ചെയ്യാത്ത ചെറിയ റൺവേകളിൽ പോലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ ഇതിന് സാധിക്കും. അതിർത്തിയിലെ ദുർഘടമായ ഹിമാലയൻ മലനിരകളിൽ സൈനികർക്ക് ആയുധങ്ങളും ഭക്ഷണവും എത്തിക്കാൻ ഇനി C-295 മുന്നിലുണ്ടാകും. അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഈ വിമാനത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. ഇത് ഭാരത് ഇലക്ട്രോണിക്സും ഭാരത് ഡൈനാമിക്സും ചേർന്നാണ് ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ആകെ 56 വിമാനങ്ങൾക്കാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 16 എണ്ണം സ്പെയിനിൽ നിന്നും പറന്നിറങ്ങി. ബാക്കി 40 വിമാനങ്ങളാണ് വഡോദരയിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡിന്റെ പ്ലാന്റിൽ നിർമ്മിക്കുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ഓരോ വിമാനത്തിലും ഉപയോഗിക്കുന്ന 14,000 പാർട്സുകളിൽ 13,000വും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. ടാറ്റയുടെ ഈ സംരംഭത്തിൽ പങ്കാളിയാവുന്നത് 37 ഇന്ത്യൻ കമ്പനികളാണ്. ഇതിൽ ഭൂരിഭാഗവും ചെറുകിട ഇടത്തരം സംരംഭങ്ങളായ MSMEകളാണെന്നത് രാജ്യത്തെ വ്യാവസായിക മേഖലയ്ക്ക് വലിയ ഊർജം നൽകുന്നു. വെറുമൊരു വിമാന നിർമ്മാണം മാത്രമല്ല, വൻതോതിലുള്ള തൊഴിലവസരങ്ങളും ഈ പ്ലാന്റ് വാഗ്ദാനം ചെയ്യുന്നു. 600ഓളം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 5000-ലധികം പരോക്ഷ തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. വരും വർഷങ്ങളിൽ C-295 വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ കേന്ദ്രമായി ഇന്ത്യ മാറും. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദി വേൾഡ് എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടം കൂടിയാണിത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുറമെ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഈ വിമാനങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വഡോദരയിൽ നിന്ന് പറന്നുയരുന്ന ഈ വിമാനം വെറുമൊരു യന്ത്രമല്ല, അത് സ്വയം പര്യാപ്ത ഇന്ത്യയുടെ കരുത്തുറ്റ പ്രതീകമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് സ്വന്തം മണ്ണിൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലൂടെ ലോകത്തിലെ പ്രതിരോധ ഉൽപാദന ഭൂപടത്തിൽ ഇന്ത്യ മുൻനിരയിലേക്ക് എത്തുകയാണ്. വരും തലമുറകൾക്ക് വലിയ തൊഴിലവസരവും രാജ്യത്തിന് സുരക്ഷാ കവചവും ഒരുക്കുന്ന ഈ പദ്ധതി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന സ്വപ്നത്തിന് പുതിയ ചിറകുകൾ നൽകുന്നു.